ഇറാനെ യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചപ്പോൾ അമേരിക്കയ്ക്കും ഇസ്രയേലിനും ചില മുൻധാരണകൾ ഉണ്ടായിരുന്നു. യുദ്ധത്തിന്റെ ആദ്യ ആഴ്ച തന്നെ അതെല്ലാം അസ്ഥാനത്താണ് എന്ന് അവർക്ക് മനസ്സിലായി. എന്നാൽ ഇറാന്റെ തിരിച്ചടിയുടെ വ്യാപ്തി അവർ ചിന്തിക്കുന്നതിനും അപ്പുറമായിരുന്നു. തളർത്തിയെന്ന് അവകാശപ്പെട്ട് ആർത്തുല്ലസിച്ച ഇസ്രയേലിന് കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇറാൻ ഇപ്പോൾ. കനത്ത നാശം വിതച്ച മിസൈൽ ആക്രമണമാണ് ഇറാൻ നടത്തിയിരിക്കുന്നത്. ഇസ്രയേലിന്റെ ഡ്രോൺ നിർമ്മാണ കേന്ദ്രം അപ്പാടെ തകർത്തുകൊണ്ടാണ് ഇറാന്റെ മിസൈൽ പതിച്ചത്. പെറ്റാറ്റിക്കോയിലെ എയറോസോൾ ഏവിയേഷൻ സൊല്യൂഷൻ എന്ന സ്ഥാപനം നിലനിന്ന പ്രദേശത്ത് ഇപ്പോൾ ഒരു ഗർത്തം മാത്രമാണ് അവശേഷിക്കുന്നത് എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ഒരിക്കലും പുനർനിർമ്മാണം സാധിക്കാത്ത വിധം സമ്പൂർണമായി തകർന്നിരിക്കുകയാണ് ഡ്രോൺ നിർമ്മാണ ഫാക്ടറി. ഡ്രോൺ ഫാക്ടറി നിലനിന്ന പരിസരവും ആകെ തകർന്നു. ഇസ്രായേലി കറൻസിയിൽ കണക്കാക്കിയാൽ 15 മില്യൺ ഷെക്കേലിന്റെ നാശനഷ്ടം സംഭവിച്ചതായാണ് പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ഇന്ത്യൻ രൂപയിൽ ഏകദേശം 44.49 കോടി രൂപയുടെ നാശനഷ്ടം. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനത്തിൽ ഇതുണ്ടാക്കുന്ന ആഘാതം വലുതായിരിക്കും. ഇതോടെ ഡ്രോൺ നിർമ്മാണ കേന്ദ്രത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുകയാണ്. ഫാക്ടറിയിലെ യന്ത്ര സാമഗ്രികളും ഫാക്ടറിയുടെ അടിസ്ഥാന സൗകര്യങ്ങളും അടക്കം എല്ലാം ആക്രമണത്തിൽ തകർന്നു. യുദ്ധം ആരംഭിച്ച ശേഷം ഇസ്രയേലിന്റെ അടിസ്ഥാന പ്രതിരോധ രംഗത്തേൽക്കുന്ന ഏറ്റവും വലിയ ആഘാതമായി ഇതിനെ വിലയിരുത്തുന്നുണ്ട് ചില വിദേശ മാധ്യമങ്ങൾ. ഇസ്രയേലിന്റെ പ്രതിരോധ ആവശ്യങ്ങൾക്കായുള്ള ഡ്രോണുകൾ, പൈലറ്റ് ഹെൽമെറ്റുകൾ, ബോംബ് ഘടകങ്ങൾ എന്നിവ നിർമ്മിക്കുന്ന ഇസ്രയേലിന്റെ നിർണായക കേന്ദ്രമാണ് എയറോസോൾ. അതുകൊണ്ട് തന്നെ ഇസ്രയേലിന്റെ പ്രതിരോധ ഉൽപാദനത്തെ ഇത് ബാധിക്കുമോ എന്ന ആശങ്കയും വർദ്ധിച്ചിട്ടുണ്ട്. യന്ത്രങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും പൂർണ്ണമായും തകർന്ന് ഇവയൊന്നും പുനർനിർമ്മിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിരോധ സാമഗ്രികളുടെ നിർമ്മാണം ഇത് തടസ്സപ്പെടുത്തും. മറ്റൊന്ന്, എയറോസോളിന്റെ ഓഫീസും ഇതോടൊപ്പം തകർന്നടിഞ്ഞു എന്നതാണ്. ഇത് പ്രതിരോധ സാമഗ്രികളുടെ നിർമ്മാണവുമായും വിതരണവുമായും ബന്ധപ്പെട്ട സുപ്രധാന രേഖകൾ അടക്കം നശിക്കാൻ ഇടയാക്കി. പ്രധാനപ്പെട്ട ഡാറ്റ ഫയലുകളും കമ്പ്യൂട്ടറുകളും ചില ഡ്രോണുകളും വീണ്ടെടുക്കാൻ സാധിച്ചത് മാത്രമാണ് ഇസ്രയേലിനും എയറോസോളിനും ഏക ആശ്വാസം. സമീപകാല നിക്ഷേപങ്ങൾ, ഉപകരണങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ എന്നിവയടക്കം ആക്രമണത്തിൽ നശിച്ചവയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഇറാനും ഇസ്രയേലും തമ്മിൽ തുടരുന്ന വ്യാപകമായ സംഘർഷത്തിന്റെ ഭാഗമായാണ് ഈ ആക്രമണവും വിലയിരുത്തപ്പെടുന്നത്. കാരണം ഇസ്രയേലും അമേരിക്കയുമായുള്ള സംഘർഷത്തിൽ ഇനിയൊരിക്കലും തങ്ങൾ പഴയ രീതിയിലാകില്ല എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പ്രത്യക്ഷത്തിൽ പ്രതിരോധ നിർമ്മാണ സാമഗ്രികളുടെ നിർമ്മാണ കേന്ദ്രമാണ് എന്ന് എയറോസോളിനെ തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നില്ല. എന്നിട്ടും ഇറാൻ വളരെ കൃത്യമായി ലക്ഷ്യം വെച്ച കേന്ദ്രം തകർത്തതാണ് അത്ഭുതത്തിന് ഇടയാക്കുന്നത്. ഫാക്ടറിയുടെ ചുറ്റുമതിലിന് സമീപമാണ് മിസൈൽ പതിച്ചത് എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത് കെട്ടിടത്തിന്റെ സ്ഥാനത്ത് വലിയ ഗർത്തത്തിനും ചുറ്റുപാട് പരിസരവും കനത്ത ആഘാതം ഉണ്ടാക്കുന്നതിനും കാരണമായി. ഈ കേന്ദ്രത്തെക്കുറിച്ച് ലഭ്യമായ പൊതുവിവരങ്ങൾ വെച്ചായിരിക്കാം ആക്രമണം നടന്നിരിക്കുക എന്നും ഏതെങ്കിലും തരത്തിലുള്ള ചാരപ്പണി നടന്നതായി സംശയിക്കുന്നില്ല എന്നും കമ്പനി സിഇഒ ഇസ്രായേൽ വാസർലോഫ് അറിയിച്ചിട്ടുമുണ്ട്. വാലോറെക്സ് എന്ന കമ്പനി ഏകദേശം 35 ദശലക്ഷം ഷെക്കലിന് എയറോസോളിനെ ഏറ്റെടുത്തതിന് ദിവസങ്ങൾക്കകമാണ് ആക്രമണം എന്നതും ശ്രദ്ധേയമാണ്. മനഃപൂർവ്വം തന്നെ ഫാക്ടറിയെ മാത്രമായി ലക്ഷ്യം വെച്ചായിരിക്കാം ആക്രമണം നടത്തിയത് എന്നും വാസർലോഫ് പറയുന്നു. അതേസമയം ഇസ്രായേൽ സൈന്യത്തിനുള്ള വിതരണ തടസ്സങ്ങൾ താൽക്കാലികമായിരിക്കുമെന്നും ഒരാഴ്ചയ്ക്കകം ബദൽ സൗകര്യങ്ങളിലൂടെയോ പ്രതിരോധ പങ്കാളികളുമായോ സഹകരിച്ച് പ്രധാന ഉൽപാദന ലൈനുകൾ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരുന്നതായും വാസർലോഫ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേലിലെ 10 ഇറാൻ ആക്രമണമുണ്ടായതായി ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രായേലിലെ ഹൈഫ സിറ്റിയിലാണ് മിസൈലുകൾ പതിച്ചത്. കഴിഞ്ഞ ദിവസവും ഹൈഫയിലെ ജനവാസ മേഖലയിൽ മിസൈൽ ആക്രമണം നടക്കുകയും 2 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹൈഫ സിറ്റിയിലും ആക്രമണം നടന്നത്. ഇന്നലെ ഹൈഫ റെസിഡൻഷ്യൽ ഏരിയയിൽ നടന്ന ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടെ ടെഹ്റാനിൽ US ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ 6 കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. 10 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള 4 പെൺകുട്ടികളും 2 ആൺകുട്ടികളും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. ആദ്യമായല്ല ഇസ്രായേലും US ഇറാനിൽ കുട്ടികളെ ലാക്കാക്കി ആക്രമണം നടത്തുന്നത്. യുദ്ധം ആരംഭിച്ചതിന് പിറ്റേ ദിവസം 185ഓളം കുട്ടികളെ സ്കൂളിൽ ബോംബിട്ട് കൊന്നുകൊണ്ടാണ് ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചത്. അതേസമയം ഇറാനിലെ പൈലറ്റ് രക്ഷാദൗത്യത്തിനിടെ 2 അമേരിക്കൻ മിലിറ്ററി ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ തകർന്നതിനെ കുറിച്ച് വിചിത്രമായ വാദമാണ് അമേരിക്ക ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. വിമാനത്തിന് സാങ്കേതിക തകരാർ ഉണ്ടാകുകയും വിമാനം ഇറാൻ സൈന്യത്തിന്റെ പിടിയിലാകുകയും ചെയ്തതിനാൽ തങ്ങൾ തന്നെ സ്വയം വിമാനം നശിപ്പിച്ചതാണ് എന്നാണ് അമേരിക്കയുടെ വാദം.
ഇറാൻ സൈന്യത്തിന്റെ കയ്യിൽ വിമാനം എത്താതിരിക്കാനാണ് വിമാനങ്ങൾ നശിപ്പിക്കേണ്ടി വന്നത് എന്ന് US സേന അവകാശപ്പെട്ടിട്ടുണ്ട്. 2 MC-130J വിമാനങ്ങളാണ് ദൗത്യത്തിന് ഉപയോഗിച്ചിരുന്നത്. സാങ്കേതിക കാരണങ്ങളാൽ ഇവ സംഭവ സ്ഥലത്ത് കുടുങ്ങിപ്പോയി. തുടർന്ന് അവ സ്ഫോടനത്തിലൂടെ നശിപ്പിച്ചുവെന്നാണ് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നീട് രക്ഷാപ്രവർത്തകരെ 3 വിമാനങ്ങൾ അയച്ചാണ് തിരികെ കൊണ്ടുവന്നത് എന്നും US വ്യക്തമാക്കുന്നു. ലോക്ഹീഡ് മാർട്ടിൻ C-130 വിഭാഗത്തിൽപ്പെട്ട MC-130J കമാൻഡോ 2 വിമാനങ്ങളായിരുന്നു ദൗത്യത്തിൽ ഉപയോഗിച്ചിരുന്നത്. ഇവയ്ക്കൊപ്പം സ്പെഷ്യൽ ഓപ്പറേഷൻ ദൗത്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന MH-6 ലിറ്റിൽ ബേർഡ് ഹെലികോപ്റ്ററും ഉണ്ടായിരുന്നു. എന്നാൽ ദൗത്യത്തിനായി മരുഭൂമിയിലെ താൽക്കാലിക ലാൻഡിംഗ് ഗ്രൗണ്ടിൽ ഇറങ്ങുന്നതിനിടെ വിമാനങ്ങൾ മണലിൽ പൂഴ്ന്നുപോയതിനാൽ വിമാനങ്ങൾക്ക് സാങ്കേതിക തകരാറുണ്ടായി. ഇതിനകം ഇറാൻ സൈന്യം തൊട്ടടുത്തെത്തുകയും ചെയ്തു. ഇതോടെ രഹസ്യങ്ങൾ ചോരാതിരിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ വിമാനങ്ങൾ സ്ഫോടനത്തിലൂടെ അമേരിക്കൻ സേന സ്വയം തകർക്കാൻ നിർബന്ധിതരായി. വിമാനങ്ങളിലെ അതീവ രഹസ്യമായ ആശയവിനിമയ സംവിധാനങ്ങളും നാവിഗേഷൻ സാങ്കേതിക വിദ്യകളും ഇറാന്റെ കൈകളിൽ എത്താതിരിക്കാനാണ് ഇത് ചെയ്തത് എന്നാണ് അമേരിക്കൻ സേനയുടെ വാദം. വർഷങ്ങൾക്ക് മുൻപ് അബോട്ടാബാദിൽ ഒസാമ ബിൻ ലാദനെ വധിച്ച ദൗത്യത്തിലും സമാനമായ രീതിയിൽ സാങ്കേതിക രഹസ്യങ്ങൾ ചോരാതിരിക്കാൻ അമേരിക്ക സ്വന്തം ഹെലികോപ്റ്റർ തകർത്തിരുന്നതായി പറയപ്പെടുന്നു. എന്തായാലും ഇപ്പോൾ നടന്ന ഈ വിമാനം തകർക്കലിലൂടെ $100 മില്യൺ അഥവാ 830 കോടി രൂപ വിലമതിക്കുന്ന 2 വിമാനങ്ങളാണ് അമേരിക്കൻ സേനയ്ക്ക് നഷ്ടമായിരിക്കുന്നത്. എന്നാൽ ഈ വിമാനങ്ങൾ തങ്ങൾ വെടിവെച്ചിട്ടതാണ് എന്ന് ഇറാനും അവകാശപ്പെടുന്നു. ഇസ്ഫഹാന തെക്കൻ മേഖലയിൽ ഇറാൻ പോലീസിന്റെ സ്പെഷ്യൽ ഫോഴ്സിന്റെ കനത്ത വെടിവയ്പിലാണ് വിമാനം തകർത്തത് എന്ന് ഇറാനിയൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തകർന്ന യുദ്ധവിമാനത്തിന്റെ ചിത്രം പോസ്റ്റ് ചെയ്ത് ഇത്തരം 3 വിജയങ്ങൾ കൂടി ഉണ്ടായാൽ അമേരിക്ക പൂർണ്ണമായും തകരുമെന്ന് ഇറാൻ പാർലമെന്ററി സ്പീക്കർ ഖാലിബാഫ് US പരിഹസിച്ച് സമൂഹ മാധ്യമങ്ങളിൽ രംഗത്തെത്തുക കൂടി ചെയ്തിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിനിടെ ഉണ്ടായ ഇറാൻ വെടിവെപ്പിൽ US ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററിന് കേടുപാട് പറ്റുകയും അംഗങ്ങൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. യുദ്ധത്തിൽ ഇനി ഒരിക്കലും തങ്ങൾ പഴയപടിയാവില്ല എന്ന ഇറാന്റെ പ്രഖ്യാപനത്തെ സാധൂകരിക്കുന്ന സംഭവങ്ങളാണ് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സൈനിക നീക്കങ്ങളിൽ C-130 ട്രാൻസ്പോർട്ട് വിമാനവും 2 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകളും ഉൾപ്പെടെ നിരവധി വിമാനങ്ങൾ തകർത്തത് തങ്ങൾ പഴയ നിലപാടിൽ നിന്ന് മാറി ആക്രമണം കടുപ്പിക്കുന്നതിന് സൂചനയായി വിലയിരുത്തപ്പെടുന്നുമുണ്ട് ഇറാൻ മാധ്യമങ്ങൾ. ഇതിനു പുറമെ ഒരു F-15E സ്ട്രൈക്ക് ഈഗിൾ വിമാനവും A-10 വാർക്ക് ഹോഗും തങ്ങൾ വീഴ്ത്തിയതായി ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. MQ-9 റീപ്പർ ഡ്രോണുകൾ ഉൾപ്പെടെ 12ഓളം വിവിധ വിമാനങ്ങൾ വെടിവെച്ചിട്ടതായും ഇറാൻ അവകാശപ്പെട്ടിട്ടുണ്ട്. ട്രംപിന്റെ ഭീഷണികൾക്ക് മുന്നിൽ തങ്ങൾ പിന്നോട്ടില്ല എന്നും അധിനിവേശക്കാർക്ക് മറുപടി നൽകാൻ സജ്ജമാണ് എന്നും ഇറാൻ സൈനിക വക്താവ് ഇബ്രാഹിം സൽഫാക്കരി വ്യക്തമാക്കിയിട്ടുണ്ട്. യുദ്ധത്തിൽ നേരിട്ട് നഷ്ടം നികത്താൻ ഹോർമൂസിൽ പണം ഈടാക്കുന്നത് നിയമവിധേയമാക്കാൻ ഇറാൻ ആലോചിക്കുന്നുണ്ട്. ഹോർമൂസിനെ ചൊല്ലി ഇപ്പോഴും US-ഉം ഇസ്രായേലും കടുത്ത പോരാട്ടം നടക്കുകയാണ്. അതിനിടെ പൈലറ്റ് രക്ഷാദൗത്യത്തിലെ അമേരിക്കയുടെ ഇടപെടലിനെ പ്രശംസിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ബെഞ്ചമിൻ നെതന്യാഹു ഫോണിൽ വിളിച്ച് അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. ധീരമായ തീരുമാനം എടുത്തതിനും ശത്രു രാജ്യത്ത് നിന്ന് പൈലറ്റിനെ രക്ഷിക്കാൻ കുറ്റമറ്റ രീതിയിൽ ദൗത്യം നടപ്പാക്കിയതിനും പ്രസിഡന്റിനെ അഭിനന്ദിച്ചതായി നെതന്യാഹു എക്സ് പോസ്റ്റിൽ കുറിച്ചു. രക്ഷാപ്രവർത്തനത്തിന് ഇസ്രായേൽ രഹസ്യാന്വേഷണ സഹായം നൽകിയതായി CNN നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പൈലറ്റിനായുള്ള തിരച്ചിലിനെ ബാധിക്കാതിരിക്കാൻ ഇറാനെതിരെ ഇസ്രായേൽ പദ്ധതിയിട്ടിരുന്ന ചില ആക്രമണങ്ങൾ മാറ്റിവെച്ചതായും ഇസ്രായേലി വൃത്തങ്ങളെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.